2026 മോഹൻലാൽ അഭിനയിക്കുന്ന ചിത്രങ്ങളെ പറ്റിയാണ് പറയുന്നത്. 2026 ആദ്യത്തെ ചിത്രം മോഹൻലാലിൻ്റെ വരുന്നത് ദൃശ്യം 3 ആണ്. ദൃശ്യം 3 മിക്കവാറും ഏപ്രിൽ റിലീസായിരിക്കും. പനോരമ മാക്സ്, അതായത് ആ പടത്തിൻ്റെ ഫ്രാഞ്ചൈസി, ദൃശ്യം ഫ്രാഞ്ചൈസി മൊത്തം മേടിച്ചിരിക്കുകയാണ് പനോരമ എന്ന് പറഞ്ഞൊരു മൾട്ടിനാഷണൽ കമ്പനി. ഇനി അവരാണ് ഇതിൻ്റെ റിലീസൊക്കെ തീരുമാനിക്കുന്നത്. മിക്കവാറും ഏപ്രിൽ കാണുമെന്നാണ് തോന്നുന്നത്. രണ്ടാമത്തെ ചിത്രം തരുൺ മൂർത്തി, തുടരും സിനിമയ്ക്ക് ശേഷം തരുൺ മൂർത്തിയുടെ മോഹൻലാൽ പോലീസ് വേഷത്തിലാണ് അഭിനയിക്കുന്നതെന്നാണ് അറിയുന്നത്. പിന്നെയുള്ളത് മേജർ രവി സംവിധാനം ചെയ്തൊരു പടം വരുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷേ അത് നടക്കൂലെന്ന് അറിയത്തില്ല. ഫാൻസൊക്കെ ഭയങ്കര എതിരാണ്, അഭിനയിക്കരുതെന്ന് പറയുന്നത് മോഹൻലാൽ. അങ്ങനെ 3 പടങ്ങളാണ് മോഹൻലാൽ ഇപ്പോൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ മോഹൻലാൽ 2026 ഗസ്റ്റ് റോൾ, അതായത് കാമിയോ റോൾ ചെയ്യുന്ന മിക്കവാറും ഇതിലായിരിക്കും ഏറ്റവും കൂടുതൽ. പിന്നെ ആദ്യത്തെ സിനിമ തുടക്കം സിനിമ മോഹൻലാലിൻ്റെ മകളിലൂടെ ചെയ്യുന്നുണ്ട്. പിന്നെ പേട്രിയറ്റിൽ ഒരു എക്സ്റ്റെൻഡഡ് റോളാണ് ചെയ്യുന്നത്. 15 ദിവസത്തെ ഡേറ്റിലാണ് മോഹൻലാൽ പേട്രിയറ്റിൽ ചെയ്യുന്നത്. മമ്മൂട്ടിയാണ് സിനിമയിൽ നായകൻ. പിന്നെ പൃഥ്വിരാജിൻ്റെ ഖലീഫയിൽ നല്ല റോൾ ചെയ്യുന്നുണ്ട്. പിന്നെ കത്തനാര് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് ഒറ്റക്കൊമ്മനിൽ വരുന്നത് കേൾക്കുന്നു. പിന്നെ നമ്മുടെ രജനീകാന്തിൻ്റെ ജയിലർ 2 മോഹൻലാൽ ഉണ്ടെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. പിന്നെ ഒരു ചിരഞ്ജീവി ചിത്രം, തെലുങ്ക് ചിത്രത്തിൽ മോഹൻലാൽ കാമിയോ റോളിൽ വരുന്നുണ്ടെന്ന് പറയുന്നു. ഇത്രയുമാണ് ഏകദേശം മോഹൻലാൽ കാമിയോ റോളിൽ വരുന്നത്. 2026 മോഹൻലാലിന് മേജറായിട്ട് 3 പടങ്ങൾ ഇതുവരെ കമ്മിറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഓക്കെ.